ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത്, ഒരു അംഗൻവാടി കൊച്ച് 3 വയസ്സുള്ള ഒരു കൊച്ച് വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചത് പിശക് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കുട്ടികൾ 6 കുട്ടികളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഒരു ടീച്ചറും ഒരു ആയയുമുണ്ട്. അവർക്ക് വേറെ പലവിധ പണികളും അവർക്ക് കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ടെന്നാണ്. കുട്ടികളെ നോക്കുക മാത്രമല്ല പലധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. എന്നിരുന്നാലും ഈ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ, കുട്ടികളായാൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും വീഴ്ചയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും. വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലാതെ കുട്ടികൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടി ഇങ്ങനെ ഹൈറ്റിൽ നിന്നാണ് വീണത്. അതായത് ജനലിൽ നിന്നാണ് വീണത്. അപ്പോൾ ഹൈറ്റിൽ നിന്ന് വീണപ്പോൾ കുട്ടിക്ക് കൂടുതൽ പരിക്കുകൾ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാതാപിതാക്കളെ അറിയിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കർത്തവ്യം അവിടുത്തെ ടീച്ചറിനോ ഉണ്ട്. അത് ഇപ്പം പിന്നെ അത് അറിവ് കുറവാണ് എന്ന് പറയാൻ പറ്റില്ല. അശ്രദ്ധ, അതായത് അത്രയധികം കുഴപ്പമില്ല. എപ്പോഴും വീഴുന്ന പല കുട്ടികളും വീഴുന്നുണ്ടായിരിക്കും. അപ്പം ഈ കൊച്ചും വീണു. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കുഴപ്പമൊന്നും ഇല്ലാന്ന് സ്വയം അങ്ങോട്ട് കണക്ക് കൂട്ടിയിട്ട് അങ്ങ് പിന്നെ മാതാപിതാക്കളോട് കൊച്ചു വീണെന്ന് പറയാനുള്ള മടി കാരണം അവർ പറയായിരുന്നായിരിക്കും. അല്ല, മറന്നുപോയതാണെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഗുരുതരമായ ഒരു വീഴ്ച ആയിരുന്നു കൊച്ചിന് സംഭവിച്ചത്. അപ്പോൾ അത് ഈ അംഗൻവാടി ടീച്ചറിൻ്റെ കയ്യിൽ നിന്നും വന്നിരിക്കുന്ന ഒരു നല്ലൊരു മിസ്റ്റേക്കാണ്. ഇത് വീഴ്ച തടയാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. കുട്ടികളല്ലേ, 6 കുട്ടികൾ 6 വശത്തൂടെ പോയി അവിടെ എവിടെയും വലിഞ്ഞു കയറുമ്പോഴെല്ലാവരും ഒരുപോലെ പിന്നെ ചിലപ്പോൾ ഒരു അബദ്ധമൊക്കെ പറ്റാം. പക്ഷെ എന്നാലും ഈ കുട്ടി വീണപ്പോൾ അവരുടെ മാതാപിതാക്കളെ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം തീർച്ചയായും ആ ടീച്ചർക്കുണ്ട്. അത് ചെയ്യാത്തത് കാരണം ഇപ്പോൾ ആ കുട്ടിയുടെ ജീവൻ ഏകദേശം അപകടത്തിലാണെന്നുള്ളതാണ് അറിയുന്നത്. ഗുരുതരാവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇത് ഒരു അംഗനവാടി ടീച്ചർമാർക്ക് അവർക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതിന് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വത്തിനാണ്, അല്ലേ? കാരണം മാതാപിതാക്കളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവുകയാണ്. നമ്മുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണ് എന്നുള്ള വിശ്വാസത്തിലാണ് കുട്ടികളെ ഏൽപ്പിച്ച് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ കുട്ടികളെ, സ്വന്തം കുട്ടികളെ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കുട്ടി ജനലിൽ കയറിയിട്ട് താഴോട്ട് വീണുകൊണ്ടാണ് ഇത്രയും. കുട്ടിയുടെ തലയ്ക്ക് പരിക്കുണ്ട്. അതായത് തലയിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, കഴുത്തിന് പരിക്കുണ്ട്, പൊട്ടലുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്പൈനിനും എന്തോ പൊട്ടലോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്. നല്ല ഗുരുതരമായ ഒരു കണ്ടീഷനിലേക്ക് കൊച്ചു വരും. അപ്പോൾ ഈ പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു തലയടിച്ചൊക്കെ വീഴുന്ന കൊച്ചുങ്ങൾക്ക് അതിനുള്ള പ്രത്യേകമായ അവരെ ഒരു പ്രത്യേകമായ ഒരു ഒബ്സർവേഷനിലേക്ക് കൊണ്ടുവരണം. ഈ കൊച്ചിന് എന്തെങ്കിലും ഛർദിയോ തലവേദനയോ എന്തെങ്കിലും തല മുഴച്ചു വരുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പം ഈ കൊച്ചിനെ അതിൻ്റെ പിതാവ് ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ഛർദി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ ഇത് ട്വിൻസാണ്. അപ്പോൾ ട്വിൻസിലെ ഒരു കൊച്ചു പറയുന്നത് ഈ കുട്ടി ജനലിൽ നിന്ന് വീണായിരുന്നു. അങ്ങനെ മാതാപിതാക്കൾ ചെക്ക് ചെയ്തപ്പോഴാണ് കുട്ടിയുടെ തലയുടെ ബാക്കിലായിട്ട് ഒരു മുഴ ഉണ്ട്. അപ്പോൾ ഛർദ്ദിക്കുകയും കൂടെ ചെയ്തു. ഇപ്പോൾ കുട്ടിയുടെ പിതാവ് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പം അദ്ദേഹത്തിന് ഒരുമാതിരി ഇപ്പോൾ വീണാൽ ചെയ്യേണ്ട ഇതിൻ്റെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോഴാണ് കുട്ടിക്ക് ഇതുപോലെയുള്ള ഗുരുതരമായ പരിക്കുകളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് സ്വന്തം കുഞ്ഞിനിങ്ങനെ വരുമ്പോൾ അതായത് കുട്ടികളെ കെയർ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നാൽ അവർ അപകടത്തിൽ പെടും, അല്ലേ? വീഴ്ചയൊക്കെ ധാരാളം ഉണ്ടാകും. അപ്പോൾ 6 കുട്ടികളുണ്ടെങ്കിൽ 6 കുട്ടികളെ നോക്കണമെങ്കിൽ അവർ നിരന്തരമായിട്ട് അവരുടെ സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആയയ്ക്ക് വേറെ പണികളുണ്ട്. അവിടെ വൃത്തിയാക്കലും കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനത്തെ പണികളുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകും. ടീച്ചറാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത്. എങ്ങനെയാണെങ്കിലും രണ്ടുപേരും ഇപ്പം പരിപൂർണമായ ഒരു ശ്രദ്ധ കുട്ടികളുടെ മേലെ കൊടുക്കേണ്ടതാണ്. ചെറുതായിട്ടൊന്ന് വീണാലും ഇപ്പം
തറയിൽ ചുമ്മാ ഒന്ന് തട്ടി വീണാലൊക്കെ അതുമാത്രം പരിക്ക് പറ്റാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ അതും തലയൊക്കെ ഇടിച്ച് വീണാൽ ശ്രദ്ധിക്കണം. തല ഇടിച്ച് വീണാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. തലയ്ക്ക് പരിക്ക് പറ്റിയാൽ അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജനലിലൊക്കെ കുഞ്ഞുങ്ങൾ വലിഞ്ഞു കയറുമ്പോൾ പ്രത്യേകമായിട്ടും അവരുടെ അടുത്ത് പോയി നിന്ന് വീഴാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ. ഒന്നുകിൽ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ അതിനൊരു തടസ്സം നിൽക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതെങ്ങനെയായാലും അവരുടെ കയ്യിൽ നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ സസ്പെൻഡ് ചെയ്തതുകൊണ്ടും കുഞ്ഞിന് പറ്റിയ പരിക്ക് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകണം. ഈ നല്ല കർശനമായ രീതിയിലുള്ള അവയർനെസ് ഈ അംഗനവാടി നടത്തുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അംഗനവാടി ടീച്ചേഴ്സിന് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. ഒരു കാരണവശാലും സേഫ്റ്റിക്ക് ഒരു കുറവും വരുത്തതെന്നുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ടും അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. കുഞ്ഞുങ്ങളുടെ സേഫായിരിക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുക, അവരുടെ ടോയ്ലറ്റിൽ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇച്ചിരി കൊച്ചുങ്ങൾ അകത്തോടെ കടന്ന് കളിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താലും അതൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. ഹൈറ്റിലേക്കൊക്കെ കയറുമ്പോഴും പുറത്ത് ഓടി കളിക്കാൻ വിടുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫായി കാത്ത് പരിപാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നവർക്കുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതിനുള്ള മുൻകരുതലുകൾ ഇപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ എല്ലാവർക്കും വരുമെന്നുള്ള ഉറപ്പാണ്. എന്നിരുന്നാലും ഈ കുഞ്ഞിൻ്റെ ജീവന് രക്ഷപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതിന് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.